എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Magician, 9 of Wands, Fool card, Devil, 2 of Cups, Cavalier energy ആണ്, 2 of Cavalier, Cavalier of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ഈ ഒരു മാസം തുടക്കം വളരെയധികം നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാം. അതായത് പുതിയ പുതിയ പല കാര്യങ്ങളും ജീവിതത്തിൽ പുതിയ നേട്ടങ്ങൾ ഉണ്ടാവുക, പുതിയ ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു നിമിഷമായിരിക്കും ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ. നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകൾ, ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാസം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയും, എല്ലാത്തിനെയും കുറിച്ചും കുറച്ച് അറിയാം, പക്ഷെ ഒന്നിനെക്കുറിച്ചും പൂർണ്ണമായിട്ട് അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ താല്പര്യമുണ്ട് എങ്കിൽ അതിൽ പൂർണ്ണമായിട്ടും അറിവ് നേടാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാ കാര്യത്തിനെക്കുറിച്ചും കുറച്ച് അറിവ് എന്നുള്ള രീതിയിലല്ല. താങ്കളിപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറി പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹോബി പഠിക്കാൻ ചേരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാട്ട് പഠിക്കാൻ ചേരുകയാണെങ്കിൽ കുറച്ച് നാൾ അത് കഴിഞ്ഞ് പിന്നെ വേറെ എന്തെങ്കിലും, അങ്ങനെ പല ഇതിലേക്ക് മാറി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു കാര്യം മാസ്റ്റർ ചെയ്യുക, ഒരു കാര്യം പഠിക്കുക പൂർണ്ണമായിട്ടും. പിന്നെ മറ്റു കാര്യങ്ങൾ കൂട്ടത്തിൽ പഠിക്കാവുന്നതാണ്, പക്ഷെ പഠിക്കുന്നത് ഒരു പരിധി വരെയെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കഴിവുകൾ, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന പോലെ ആയിരിക്കില്ല, എല്ലാ ആളുകളും പറയുന്നത് പോലെ ആയിരിക്കില്ല പ്രവർത്തിക്കുന്നത്. എന്താണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് അത് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്ന് ഇറങ്ങി മനസ്സിലാക്കുക. കാരണം ചെറിയ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ പറ്റിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായേക്കാം. അപ്പം അതുകൊണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക, നമ്മളൊന്നിനെയും ഫേസ് വാല്യൂവിൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള, ഇതുവരെ നിങ്ങൾ ഒത്തിരി വളരെയധികം ചിലപ്പോൾ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ആളുകൾ, അന്ധവിശ്വാസങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു വ്യക്തിയാണെങ്കിലും, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ, ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നതാണെങ്കിൽ അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർ, അതായത് മറ്റ് വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ട് ജീവിതം മാറ്റുന്ന, അതായത് ഒരാൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതം മാറ്റി മറിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് നയിക്കണം എന്നുള്ളതിൽ നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവേണ്ട അനിവാര്യത കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ നിങ്ങൾ ഒക്കൽറ്റ് സയൻസസ്, മിസ്റ്റിക് അതുപോലുള്ള, അതായത് ഡിവിനേഷൻ മെത്തേഡ്സ്, അതായത് അസ്ട്രോളജി, പാമിസ്ട്രി, അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ, ജ്യോതിഷം പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യത്തിന് അവസരവും വരുന്നുണ്ട്. അപ്പോൾ ചില ആളുകൾ പ്രായമായിട്ടുള്ളവരായിരിക്കും കൂടുതലും ആ ഒരു സമയത്ത് ജ്യോതിഷം പഠിച്ച് അതിലേക്ക് പോകുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പെൻഡിക്കിൾസ് എനർജിയാണ്. അപ്പോൾ 9 of Pentacles നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പ്രോപ്പർട്ടീസ്, അതായത് പാരമ്പര്യമായിട്ട് സ്വത്തുവകകളൊക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു മാസം അത് സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പാരന്റ്സ് ഒക്കെ റിട്ടയർ ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സാമ്പത്തിക ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം ഇതുവരെ ആസ്വദിച്ചിട്ടില്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാനുള്ള അവസരമുണ്ട്. റിട്ടയർമെന്റ് ഫേസിൽ നിൽക്കുന്നവർക്ക് കൂടുതലും ജീവിതം ആസ്വദിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം. ചില ആളുകൾക്ക് വളരെ
വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനങ്ങളൊക്കെ ആയിട്ട് ലഭിക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രേക്ക് ആയിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത്. നമ്മൾ പറയുമല്ലോ ഇപ്പൊ ഇത് വളരെ വലിയൊരു ബ്രേക്ക് ആയിരുന്നു എനിക്കെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് വലിയൊരു ബ്രേക്ക് ആയിരിക്കും ഈ ഒരു മാസം. സംഭവിക്കുന്ന ചില കാര്യം ജോലിയിലായിരിക്കും, മറ്റെന്തെങ്കിലും കാര്യത്തിലും ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ, ഒരു വലിയൊരു ഉയർന്ന പദവിയിലേക്ക് പോകാനുള്ള അവസരമാവാം. പൊളിറ്റിക്സിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം സാധ്യതകൾ ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ പൊളിറ്റിക്സിൽ വർക്ക് ചെയ്യുന്നവരോട് പറയുന്ന ഒത്തിരി ഹയർ പൊസിഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തിരി മുന്നേറ്റമുണ്ട്. അത് നല്ല വഴിയിലൂടെ ആവാൻ ശ്രദ്ധിക്കുക. മറ്റ് വഴികളിലൂടെ സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം ഇവിടെ ചെറിയ രീതിയിൽ ട്രിക്സ്റ്ററിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകാതിരിക്കുക. നേർവഴിയിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഫുൾ എനർജിയാണ്. പല ആളുകളെ സംബന്ധിച്ച് പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കമൊക്കെ ഈ ഒരു മാസം സംഭവ്യമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ല, ആദ്യം തന്നെ പറയാനുള്ളത് സ്വയമുള്ള ഒരു വിശ്വാസക്കുറവ് നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ആ ഒരു വിശ്വാസക്കുറവ് മാറി സ്വയം വിശ്വസിക്കാൻ, ജീവിതത്തിൽ മുന്നേറാനും ഒക്കെ ശ്രമിക്കുന്നത് ജീവിതത്തിന് മുന്നേറ്റത്തിന് സഹായിക്കും. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുതലായിട്ട് വരുന്നുണ്ട്. സാഹസിക യാത്രകൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പുതിയ പുതിയ പരിചയങ്ങൾ, പുതിയ പുതിയ സൗഹൃദങ്ങളൊക്കെ വരുന്നുണ്ട്. പരിചയങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും, അപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ആ വ്യക്തി പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഹൃത്തായിട്ട് മാറി നിങ്ങളുടെ വഴികാട്ടിയായി മാറാനുള്ള സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് പലപ്പോഴും മാനിപ്പുലേറ്റേഴ്സ് ആയിട്ട് കാണുന്നുണ്ട്. എഗെയിൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എനർജി ഡബിൾ എനർജിയും അതേപോലെ ഫുൾ എനർജിയാണ്. അപ്പം മറ്റുള്ളവരെ പറ്റിച്ചിട്ട് സ്വയം മുന്നിലേക്ക് പോകാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ച് മുന്നേറുമ്പോൾ അവരെ നമ്മൾ പറ്റിച്ചു എന്നുള്ളൊരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അത് അവരായിരിക്കും നിങ്ങളെ ശരിക്കും പറ്റിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തതിനുള്ള കർമ്മ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡബിൾ മൊമെന്റ് ആണ് ഡബിൾ എനർജി എന്ന് പറയുന്നത്. വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ് സൂചിപ്പിക്കുന്നത്. കാരണം പലപ്പോഴും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യുക. കാരണം നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഒത്തിരി കൂടുതൽ, നെഗറ്റിവിറ്റിയും സ്ട്രെസ്സും ഒക്കെ ഒത്തിരി ഉള്ളിലുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പുറകിലായിട്ട് നിൽക്കുന്നു, നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ എങ്ങനെയും മുന്നേറുക എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്നു. ടെംപ്റ്റേഷൻസ് ആണ്, വഴി വിട്ട ബന്ധങ്ങള്, ജീവിതത്തിൽ ശരിയായിട്ടുള്ള വഴിയിലല്ല, നേർവഴിയിലല്ലാതെ പോകാനുള്ള സാധ്യതകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ നമ്മൾ പറയും എല്ലാവർക്കും ഒരു ഈ 2 വശങ്ങൾ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഇരുണ്ട വശം കൂടുതൽ നിങ്ങൾ അതിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു സെൽഫിഷ്നെസ് ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ സ്പിരിച്വലി അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലും മതപരമായിട്ടുള്ള ചടങ്ങുകൾ, ദൈവവിശ്വാസം, ആ ഒരു പ്രപഞ്ചശക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസം കളയാതെ കാത്തു സൂക്ഷിക്കുക. മറ്റുള്ളവരെ സങ്കടപ്പെടുത്തത്, ഒരു പശ്ചാത്തലവും ഇല്ലാതെ മറ്റുള്ളവർക്ക് എതിരായിട്ട് അവരെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാണ് എങ്കിൽ അതിനുള്ള ആ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് ഭാവിയിൽ നഷ്ടമായിരിക്കും. ഇപ്പോൾ ലാഭം ഉണ്ടായെങ്കിൽ കൂടി നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൽ പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ചിന്തകൾ ഉണ്ടായേക്കാം എങ്ങനെയും മുന്നേറണം എന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചില വ്യക്തികളായിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നിങ്ങളെ മുമ്പോട്ടേക്ക് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പ്രണയം നേടുന്നതിനായിരിക്കാം, നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതായിരിക്കാം, നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെന്നപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശുദ്ധ ഹൃദയത്തോടു കൂടിയിട്ട് ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോവുക. മറ്റുള്ളവരെ ചതിച്ചോ വഞ്ചിച്ചൊന്നും ചെയ്യാതിരിക്കുക. ആത്മാർത്ഥത വളരെയധികം ആത്മാർത്ഥത അനിവാര്യമായിട്ടുള്ള സമയമാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾ ഒത്തിരി വേണ്ടാത്ത ചിന്തകളിലേക്ക് പോകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ ഇതിലേക്കൊക്കെ പോയേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
ഒരു തെറ്റായിട്ട് തോന്നാത്ത ഒരു സാഹചര്യമായിരിക്കാം. വിദ്യാർത്ഥികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവരാണെങ്കിൽ മറ്റു രീതിയിലുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ, അതായത് മറ്റൊരാളെ ചതിച്ചു മുന്നേറുന്ന സാഹചര്യം, പ്രത്യേകിച്ച് പൊളിറ്റിക്സിലുള്ളവർ കൈക്കൂലി അതുപോലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കെവലിയർ എനർജിയാണ്. നിങ്ങളുടെ പലരും പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതത്തിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങൾ കണ്ടെത്തിയിരിക്കാം. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണ്ട എന്ന് ചിന്തിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ ഒത്തിരി പേര് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാത്ത കാര്യങ്ങളിൽ കൊണ്ട് ചാടിക്കാൻ ആളുകൾ ഉണ്ടെന്നുള്ളത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. കാരണം സ്ട്രോങ് എനർജി ആയതുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതല്ല, വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവ് കണക്ഷൻസ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ നെഗറ്റീവ് കണക്ഷൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. കാരണം ഇമ്മെച്യൂരിറ്റി ഭയങ്കരമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വളരെ ഹൈ എനർജിയാണ്, അതുകൊണ്ട് എല്ലാത്തിലും ചെന്ന് ചാടും. ഗോസിപ്പുകൾ അതുപോലുള്ള കാര്യങ്ങൾ പെട്ടുപോകാതിരിക്കുക. നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങളെ പറ്റി മറ്റിടത്ത് പോയി പറയാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ എന്ന് ചിന്തിച്ച് മറ്റുള്ളവരുമായിട്ട് ചേർന്നിട്ട് അനാവശ്യമായിട്ടുള്ള മറ്റൊരാളുടെ കുറ്റം പറയുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് എടുത്ത് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഹനുമാൻ സ്വാമിയാണ് നിങ്ങൾ ഈ ഒരു മാസത്തിൽ ഭജിക്കേണ്ടത്. ഹനുമാൻ ചാലീസയോ അല്ലെങ്കിൽ ഹനുമാൻ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്ന ഒരു മെഡിറ്റേഷനോ യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഇഷ്ടദേവനോ ദേവിയോ ഭജിക്കുക. ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പള്ളികൾ സന്ദർശിക്കുക. നിങ്ങൾ പള്ളികളിലൊക്കെ പോവുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ മതപരമായിട്ടുള്ള ചടങ്ങുകൾ ആചാരങ്ങളിലൊക്കെ ഏർപ്പെടുക. കാരണം വളരെയധികം നെഗറ്റീവ് എനർജീസ് നിങ്ങളിലും ഉണ്ട്. ഓഫ് കോഴ്സ് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ അത് വഴിവിട്ട രീതിയിലാവരുത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്ട്രോങ് മെസ്സേജ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.